നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. കർഷകരെ പാടെ മറന്നുള്ള ബഡ്ജറ്റാണ് കേന്ദ്ര ധനമന്ത്രി അവതരിപ്പിച്ചതെന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് അഭിപ്രായപ്പെട്ടു. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പങ്കാളിത്ത പെൻഷൻ സമ്പ്രദായം പിൻവലിച്ച് നിലവിലുള്ള പെൻഷൻ സമ്പ്രദായം സമഗ്രമായി പരിഷ്കരിക്കണമെന്ന് AITUC ദേശീയ കൗൺസിൽ അംഗവും ജില്ലാ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് വി മോഹൻദാസ് ആവശ്യപ്പെട്ടു. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കളക്ടറേറ്റ് മാർച്ചിന്റെയും ധർണയുടെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓഗസ്റ്റ് 10 പുന്നമടക്കായലിൽ നടക്കുന്ന നെഹ്റു ട്രോഫി ബോട്ട് റേസിന്റെ ഭാഗമായുള്ള ഓൺലൈൻ ടിക്കറ്റ് വിൽപ്പനയുടെ വിതരണ ഉദ്ഘാടനം കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു. താറാവ് കൃഷി നിരോധനത്തിൽ നിന്നും സർക്കാർ പിന്മാറണമെന്ന് ഐക്യ താറാവ് കർഷക സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി രാജശേഖരൻ ആവശ്യപ്പെട്ടു. ഐക്യ താറാവ് കർഷക സംഘം സംഘടിപ്പിച്ച കളക്ടറേറ്റ് ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നഗരസഭയുടെ നേതൃത്വത്തിൽ സ്കൂൾ കുട്ടികൾക്കായി സംഘടിപ്പിച്ച വിബ്ജിയോർ പരിപാടി പി ചിത്തരഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ നഗരസഭാ അധ്യക്ഷ KK ജയമ്മ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വാർത്തകൾ വിശദമായി. കർഷകരെ പാടെ മറന്നുള്ള ബഡ്ജറ്റാണ് കേന്ദ്ര ധനമന്ത്രി അവതരിപ്പിച്ചതെന്ന് സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് അഭിപ്രായപ്പെട്ടു. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കർഷകരെ പാടെ മറന്നുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് കേന്ദ്ര ധനമന്ത്രി അവതരിപ്പിച്ചതെന്ന് സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് അഭിപ്രായപ്പെട്ടു. കാർഷിക മേഖലയ്ക്കായി ബഡ്ജറ്റിൽ വകകൊള്ളിച്ചിരിക്കുന്ന തുക 1,22,528.77 കോടി രൂപ മാത്രമാണ്. 2020-21 ബഡ്ജറ്റിൽ 1,34,399.77 കോടി രൂപ കാർഷിക മേഖലയിൽ നീക്കിവച്ചിരുന്നത്. എന്നാൽ 2022-23 1,24,000 കോടി രൂപയായി കുറയുകയും ഈ ബഡ്ജറ്റിൽ 1,22,528.77 കോടി രൂപയായി കുറയുകയുമാണ് ചെയ്തത്. കാർഷിക മേഖലയോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണനയാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്നും 2017 ഇന്ത്യയിലെ കാർഷിക മേഖലയിലെ വളർച്ച 6.8% 2023-24 1.4% കുറഞ്ഞു എന്നും മന്ത്രി പറഞ്ഞു. കുറവ് പരിഹരിക്കാനുള്ള യാതൊരുവിധ നിക്ഷേപ പദ്ധതികളും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടില്ല എന്നും ഉൽപ്പന്നക്ഷമതയും സ്ഥായിയായതുമായ കൃഷിയെക്കുറിച്ച് വാചാലരാകുന്ന കേന്ദ്ര സർക്കാർ ഇതിനായി തുകയൊന്നും വക കൊള്ളിച്ചിട്ടില്ലെന്നതുമാണ് വാസ്തവമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു മന്ത്രി. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ കഴിഞ്ഞാൽ പിന്നീട് ആന്ധ്ര മാത്രമേ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണാധികാരികളുടെ ദൃഷ്ടിയിൽ പെടുന്നുള്ളൂ എന്നുള്ളത് പ്രതിഷേധാർഹമായ മറ്റൊരു കാര്യമാണ്. ബജറ്റ് മൊത്തം നോക്കുമ്പോൾ മോഡിയെ താങ്ങി നിർത്തുക എന്നതിനപ്പുറത്തേക്ക് ഇന്ത്യയിലെ കർഷകരടക്കമുള്ള സാധാരണക്കാരെ നിലനിർത്തുക എന്നതിന് പ്രാധാന്യം കൽപ്പിക്കുന്നില്ല എന്ന് കാണാൻ കഴിയും. കാർഷിക മേഖലയ്ക്ക് ഏതാണ്ട് 1,22,000 കോടി രൂപയാണ് നീക്കിവച്ചിരിക്കുന്നത്. മുൻകാലങ്ങളിൽ അത് കഴിഞ്ഞതിൽ തന്നെ 1,24,000 കോടി രൂപ നീക്കിവച്ചിടത്തുനിന്നാണ് കുറവ് വന്നിരിക്കുന്നത്. തൊട്ടു മുമ്പ് തന്നെയും 1,34,000 കോടി രൂപയുണ്ടായിരുന്നു. ഓരോ തവണ കഴിയുമ്പോഴും ഓരോ ബജറ്റുകൾ കഴിയും തോറും കാർഷിക മേഖലയ്ക്ക് വേണ്ടി നീക്കിവെക്കുന്ന തുകയുടെ അളവ് കുറയുന്നു എന്ന് പറയുന്നത് കാർഷിക മേഖലയോടുള്ള അവഗണനയല്ലാതെ വേറെ ഒന്നുമല്ല. അതുകൊണ്ടാണ് കോർപ്പറേറ്റുകൾക്ക് വാരിക്കോരി കൊടുക്കുന്നതിനും ഇളവുകൾ നൽകുന്നതിനും മത്സരിക്കുന്ന ഒരു ഭരണകൂടം കാർഷിക മേഖലയെ കൈയൊഴിയുന്നു എന്ന് പറയേണ്ടി വരുന്നത്. ഒരുപാട് പദ്ധതികൾ ഇതുമായി തന്നെ ബന്ധപ്പെട്ട് പറയാനുണ്ട്. രാഷ്ട്രീയ കൃഷി വികാസ് യോജന RKVY എന്നുള്ളത് നമ്മുടെ കാർഷിക മേഖലയുടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കുൾപ്പെടെയായി പണം നീക്കിവെക്കുന്ന ഒരു പദ്ധതിയാണ്. അതിനകത്ത് 10,433 കോടി രൂപ നമുക്ക് 22-23 നീക്കിവെച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ കാർഷിക മേഖല ശക്തിപ്പെടുത്തുന്നതിനുള്ള യാതൊരു നൂതന ആശയങ്ങളും നിക്ഷേപങ്ങളും ഇല്ലാത്ത ബഡ്ജറ്റാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. കർഷകരുടെ ജീവിതം കൂടുതൽ ദുഷ്കരമാക്കുന്ന നയം തിരുത്തി കർഷകരോടൊപ്പം നിൽക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവണമെന്നും കൃഷിമന്ത്രി അഭിപ്രായപ്പെട്ടു. പങ്കാളിത്ത പെൻഷൻ സമ്പ്രദായം പിൻവലിച്ച് നിലവിലുള്ള പെൻഷൻ സമ്പ്രദായം സമഗ്രമായി പരിഷ്കരിക്കണമെന്ന് AITUC ദേശീയ കൗൺസിൽ അംഗവും ജില്ലാ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് വി മോഹൻദാസ് ആവശ്യപ്പെട്ടു. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കളക്ടറേറ്റ് മാർച്ചിന്റെയും ധർണയുടെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പങ്കാളിത്ത പെൻഷൻ സമ്പ്രദായം പിൻവലിച്ച് നിലവിലുള്ള പെൻഷൻ സമ്പ്രദായം സമഗ്രമായി പരിഷ്കരിക്കണമെന്ന് AITUC ദേശീയ കൗൺസിൽ അംഗവും ജില്ലാ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് വി മോഹൻദാസ് ആവശ്യപ്പെട്ടു.
കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ KGOF-ന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കളക്ടറേറ്റ് മാർച്ചിന്റെയും ധർണയുടെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പങ്കാളിത്ത പെൻഷൻ വേണ്ടേ വേണ്ട എന്ന മുദ്രാവാക്യം ഉയർത്തിയ സംഘടനകളാണ് ജോയിന്റ് കൗൺസിലും KGOF. അതിന്റെ ഏറ്റവും അവസാനം പങ്കാളിത്ത പെൻഷൻ ഉപേക്ഷിക്കാമെന്ന നിലയിലേക്ക് ഇടതുമുന്നണിയും എത്തിച്ചേർന്നിരുന്നതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പിലും ഈ പങ്കാളിത്ത പെൻഷൻ അവസാനിപ്പിക്കും, അതിന് ബദൽ സംവിധാനം ഉണ്ടാക്കുമെന്ന് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ കൂടി വ്യക്തമാക്കിയിരുന്നതാണ്. പക്ഷെ ദുഃഖകരമെന്ന് പറയട്ടെ, ഈ ഗവൺമെന്റ് ഇപ്പോൾ തീരുമാനിച്ചത് പങ്കാളിത്ത പെൻഷൻ ഉപേക്ഷിക്കുന്നതിനെ പറ്റി ആലോചിക്കുവാൻ തുടങ്ങുവാൻ പോകുന്നു എന്നുള്ള നിലയിലാണ്. അത്തരമൊരു കുറഞ്ഞ പെൻഷനും കൂടിയ പെൻഷനും തമ്മിലുള്ള അന്തരം കുറച്ചു വേണം പുതിയ പരിഷ്കാരം നടപ്പിലാക്കേണ്ടത്. ഫെഡറൽ സംവിധാനം ദുർബലപ്പെടാതിരിക്കാൻ ബഡ്ജറ്റ് റെഗുലേറ്ററി അലോക്കേഷൻ ആക്ട് പാസാക്കണമെന്നും ഇപ്പോഴത്തെ കേന്ദ്ര ബജറ്റ് പോലെ അന്യായമായി ചില സംസ്ഥാനങ്ങൾക്ക് മാത്രം കൂടുതൽ തുക വകയിരുത്തുന്ന സമ്പ്രദായം അവസാനിപ്പിക്കണമെന്നും അഡ്വക്കേറ്റ് വി മോഹൻദാസ് കൂട്ടിച്ചേർത്തു. ധർണയിൽ കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് രതീഷ് ബാബു അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി AR അബ്ദുൽ ജലീൽ സ്വാഗതം പറഞ്ഞു. ജോയിന്റ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് P സുരേഷ്, WCC ജില്ലാ പ്രസിഡന്റ് AM ഷിറാസ്, KGOF സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ KG പ്രദീപ്, S അനിൽകുമാർ, KGOF സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ S ബിജു കൃഷ്ണരാജ്, സ്വാതി സോമൻ തുടങ്ങിയവർ സംസാരിച്ചു. ഫെഡറേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് വിപിൻ ധർണയ്ക്ക് നന്ദി പറഞ്ഞു. 11ാം ശമ്പള പരിഷ്കരണ കുടിശ്ശിക നൽകുക, 12ാം ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക, പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് പുതിയ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക, DPC CR സമ്പ്രദായം അവസാനിപ്പിക്കുക, കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചായിരുന്നു മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. ഓഗസ്റ്റ് 10-ന് പുന്നമടക്കായലിൽ നടക്കുന്ന നെഹ്റു ട്രോഫി ബോട്ട് റേസിന്റെ ഭാഗമായുള്ള ഓൺലൈൻ ടിക്കറ്റ് വിൽപ്പനയുടെ വിതരണ ഉദ്ഘാടനം സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ് നിർവഹിച്ചു. ഓഗസ്റ്റ് 10-ന് ആലപ്പുഴ പുന്നമടക്കായലിൽ നടക്കുന്ന നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ഭാഗമായുള്ള ഓൺലൈൻ ടിക്കറ്റ് വിൽപ്പനയുടെ വിതരണ ഉദ്ഘാടനം സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ് നിർവഹിച്ചു. സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ എന്നിവരാണ് ഓൺലൈൻ ടിക്കറ്റിനുള്ള സൗകര്യം ഒരുക്കുന്നത്. ആലപ്പുഴ കളക്ടറേറ്റിൽ മന്ത്രി P പ്രസാദ് ഓൺലൈൻ നടപടിക്രമങ്ങൾക്ക് തുടക്കം കുറിച്ചതോടെയാണ് വള്ളംകളിയുടെ ഓൺലൈൻ ടിക്കറ്റുകൾ ലഭ്യമായി തുടങ്ങിയത്. ഓൺലൈൻ ടിക്കറ്റ് എടുക്കുന്നതിനുള്ള ലിങ്ക് നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റിയുടെ വെബ്സൈറ്റിൽ നിന്ന് ലഭ്യമാകുമെന്നും അധികൃതർ പറഞ്ഞു. www.nehrutrophy.nic.in എന്നതാണ് വെബ്സൈറ്റ്. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, ADM വിനോദ് രാജ്, സബ് കളക്ടർ സമീർ കിഷൻ, ബാങ്ക് ഓഫ് ബറോഡ പ്രതിനിധികളായ ബീന തോമസ്, എമിൽ ജോസ്, സൗത്ത് ഇന്ത്യൻ ബാങ്ക് പ്രതിനിധികളായ A ലക്ഷ്മി, CL പ്രിജോ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. താറാവ് കൃഷി നിരോധനത്തിൽ നിന്നും സർക്കാർ പിന്മാറണമെന്ന് ഐക്യ താറാവ് കർഷക സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് B രാജശേഖരൻ ആവശ്യപ്പെട്ടു. ഐക്യ താറാവ് കർഷക സംഘം സംഘടിപ്പിച്ച കളക്ടറേറ്റ് ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. താറാവ് കൃഷി നിരോധനത്തിൽ നിന്നും സർക്കാർ പിന്മാറണമെന്ന് ഐക്യ താറാവ് കർഷക സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് B രാജശേഖരൻ ആവശ്യപ്പെട്ടു. ഐക്യ താറാവ് കർഷക സംഘം സംഘടിപ്പിച്ച കളക്ടറേറ്റ് ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ണിൽ ഉറഞ്ഞുകൂടുന്ന കണ്ണുനീര് കാണുന്നവർ, കഷ്ടപ്പാടിന്റെയും ബുദ്ധിമുട്ടിന്റെയും വിലയറിയുന്നവർ, പൊതുസമൂഹത്തെ എന്നും ചേർത്ത് പിടിക്കാൻ തീരുമാനിക്കുന്നവർ, അതങ്ങനെ പൊതുസമൂഹത്തിനോടൊപ്പം നിൽക്കുന്ന ആളുകൾ എന്നുള്ള അർത്ഥമാണ് ഇടതുപക്ഷത്തിനുള്ളത് എങ്കിൽ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ഇതൊരു ഇടതുപക്ഷ സർക്കാർ അല്ല. കാരണം എന്താ? നിങ്ങൾക്ക് സ്നേഹമില്ല, നിങ്ങൾക്ക് മനസ്സിൽ കരുണയില്ല, നിങ്ങൾക്ക് സഹതാപമില്ല, നിങ്ങൾക്ക് സ്നേഹമെന്ന് പറയുന്ന വികാരം നിങ്ങളുടെ മനസ്സിലില്ല. അത്തരം ആളുകളെ ഞങ്ങൾ എങ്ങനെയാണ് ഇടതുപക്ഷം എന്ന് വിളിക്കാൻ കഴിയുന്നത്? ഞങ്ങളിലുമൊക്കെ ഇടതുപക്ഷ കാഴ്ചപ്പാടുണ്ട്, ഞങ്ങളിലുമൊക്കെ ഇടതുപക്ഷ വീക്ഷണങ്ങളുണ്ട്. ആ ഇടതുപക്ഷ വീക്ഷണം പക്ഷേ നിങ്ങൾ അതിന് വിലമതിക്കുന്നില്ല. മറിച്ച് നിങ്ങളിപ്പോ യഥാർത്ഥത്തിൽ ഇടതുപക്ഷ സർക്കാരല്ല. അസുഖമില്ലാത്ത താറാവുകളെ കൊന്നൊടുക്കുന്നതിന് പകരം വാക്സിനും മരുന്നും നൽകി സംരക്ഷിക്കണം. താറാവ് കൃഷി നിലനിർത്താൻ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണമെന്നും ചാര, ചെമ്പല്ലി എന്നീ കുട്ടനാടൻ താറാവുകളുടെ വംശനാശം തടയാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ജില്ലാ വൈസ് പ്രസിഡന്റ് AB ഫിലിപ്പ് ധർണയിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി K സാമുവൽ, കേരള പോൾട്രി ഫാം അസോസിയേഷൻ പ്രസിഡന്റ് സിജോർ സ്നേഹസാന്ദ്രം, KT കുട്ടപ്പൻ, സന്തോഷ് വാഴക്കൂട്ടത്തിൽ, മനോജ് അമ്പ്രപ്പുഴ, ബിജു ചാത്തൻഗിരി,
ഷോബി ഫിലിപ്പ്, സാജൻ പി വർഗീസ്, തുളസീധരൻ, സിഒ തോമസ് തുടങ്ങിയവർ ധർണയിൽ സംബന്ധിച്ചു. നഗരസഭയുടെ നേതൃത്വത്തിൽ സ്കൂൾ കുട്ടികൾക്കായി സംഘടിപ്പിച്ച വെബ്ജിയോർ പരിപാടി പി ചിത്തരഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ നഗരസഭാ അധ്യക്ഷ KK ജയമ്മ ചടങ്ങിൽ അധ്യക്ഷയായി. ഫൗണ്ടേഷൻ ഫോർ ബെറ്റർ എക്സിസ്റ്റൻസിന്റെയും ആലപ്പുഴ നഗരസഭയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സ്കൂൾ കുട്ടികൾക്കായി വെബ്ജിയോർ എന്ന പേരിൽ സംഘടിപ്പിച്ച മാനസികാരോഗ്യ പദ്ധതി പി ചിത്തരഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്തു. സശ്രദ്ധം വീക്ഷിക്കേണ്ട ഒരു ഘട്ടം. പ്രായത്തിനാവുന്ന ദൗർബല്യങ്ങൾ, കുറവുകളുണ്ടാകും. അത് സമയത്ത് ഇടപെടുവാൻ കഴിഞ്ഞാൽ ഏറ്റവും ശരിയായ ദിശയിലൂടെ തന്നെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. പഠനത്തിന്റെ മികവിന്റെ കാര്യത്തിൽ ഇന്നത്തെ കുട്ടികൾക്കുള്ള ശേഷി ചെറുതാണോ? അപാരമായ ശേഷിയല്ലേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്നുള്ളത്. അവർ വാങ്ങുന്ന മാർക്ക് ചിലർ പറയുന്ന പോലെ വെറുതെ കൊടുക്കുന്ന മാർക്കാണോ? അല്ല, അതൊക്കെ അല്പം കാണും. പക്ഷെ അവരുടെ അധ്വാനത്തെ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ എവിടെ ചെന്നാലും, ഒരു കാലത്ത് പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും പിന്നിലായിരുന്നെങ്കിൽ ഇന്ന് 10 അവാർഡ് കൊടുക്കാൻ നമ്മൾ വിളിച്ചാൽ അതിൽ 8 എണ്ണവും വരുന്നത് പെൺകുട്ടികളാണ് എന്നുള്ളത് നമ്മുടെ പെൺകുട്ടി. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പദ്ധതി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ നിഷ സുബൈർ, പൊതുമരാമത്ത് കമ്മിറ്റി ചെയർമാൻ MR പ്രേം, സ്ഥിരം സമിതി അധ്യക്ഷരായ നസീർ പുന്നക്കൽ, AS കവിത, ആര്യാട് VHSS ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ലിജിശ്രീ, പ്രിൻസിപ്പൽ ഷാൻഡി, അധ്യാപിക VS സന്നു, PTA പ്രസിഡന്റ് അനിമോൻ, കോർഡിനേറ്റർ KN മൻഷ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കർഷകരെ പാടെ മറന്നുള്ള ബഡ്ജറ്റാണ് കേന്ദ്ര ധനമന്ത്രി അവതരിപ്പിച്ചതെന്ന് കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ് അഭിപ്രായപ്പെട്ടു. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പങ്കാളിത്ത പെൻഷൻ സമ്പ്രദായം പിൻവലിച്ച് നിലവിലുള്ള പെൻഷൻ സമ്പ്രദായം സമഗ്രമായി പരിഷ്കരിക്കണമെന്ന് AITUC ദേശീയ കൗൺസിൽ അംഗവും ജില്ലാ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് V മോഹൻദാസ് ആവശ്യപ്പെട്ടു. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കളക്ടറേറ്റ് മാർച്ചിന്റെയും ധർണയുടെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓഗസ്റ്റ് 10 പുന്നമടക്കായലിൽ നടക്കുന്ന നെഹ്റു ട്രോഫി ബോട്ട് റേസിന്റെ ഭാഗമായുള്ള ഓൺലൈൻ ടിക്കറ്റ് വിൽപ്പനയുടെ വിതരണ ഉദ്ഘാടനം കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ് നിർവഹിച്ചു. താറാവ് കൃഷി നിരോധനത്തിൽ നിന്നും സർക്കാർ പിന്മാറണമെന്ന് ഐക്യ താറാവ് കർഷക സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് B രാജശേഖരൻ ആവശ്യപ്പെട്ടു. ഐക്യ താറാവ് കർഷക സംഘം സംഘടിപ്പിച്ച കളക്ടറേറ്റ് ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നഗരസഭയുടെ നേതൃത്വത്തിൽ സ്കൂൾ കുട്ടികൾക്കായി സംഘടിപ്പിച്ച വെബ്ജിയോർ പരിപാടി പി ചിത്തരഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ നഗരസഭാ അധ്യക്ഷ KK ജയമ്മ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.